ഹായ്. അപ്പോൾ അതെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയുക, ഇന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും തോന്നി എനിക്ക് ചൂണ്ടിടാൻ പോയാലോ എന്നൊരാഗ്രഹം. അപ്പോൾ ഞാനതിനിതേ എൻ്റെ വണ്ടിയൊക്കെ അതെ റെഡിയാക്കി വെച്ചേക്കണേ. ഇവിടെ നിന്ന് കുറച്ച് പോകണം, നമുക്ക് പുഴയുടെ തീരത്തിട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ചൂണ്ടിടാൻ പോയാലോ? അതെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ പുഴയുടെയൊക്കെ അടുത്തോട്ട് എത്താറായേ. അപ്പോൾ ആ കാണുന്ന ഒരു ചെട്ടിയാണ് അവിടെ. അതെ ഒരു പാലമൊക്കെ പണിതിട്ടുണ്ട്, അത് അങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. അതെ നമ്മളിതേ ചൂണ്ടിടാനുള്ള സ്ഥലത്തെത്തിക്കഴിഞ്ഞു. വേണ്ട, ഇതാണ് നമ്മൾ വളന്തകാട് എന്ന് പറയും. വേണ്ട, ആ വളന്താട്ടിലെത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് സെൻ്ററാണിത്. ബോട്ടിങ്ങൊക്കെ ലൈസൻസ് എടുത്ത് കൊടുക്കണം നമ്മുടെ ട്രെയിനിങ് സെൻ്ററാണ്. അപ്പോൾ അമ്മ അതെ പുഴയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതേ വഞ്ചി കിടപ്പുണ്ട്, ആ വഞ്ചി എടുത്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പോയിട്ട് ചൂണ്ടിടാനായിട്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാം. അപ്പോൾ ഇതേ ഞാൻ വഞ്ചിയൊക്കെ നോക്കി നിന്നിട്ട് എനിക്ക് വഞ്ചി കിട്ടിയിട്ടില്ല. അപ്പോൾ അതേ നമുക്ക് ഇതേ ഇവിടെ ബോട്ടിംഗ് സെൻറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലെ സാറാണിത്. ഇതേ ഇവിടെ ഇരിക്കുന്ന സാറ് കിട്ടുന്നത് വേണ്ട സാറ്. ഹലോ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ആ ബോട്ടിൽ പോകാൻ പോകണാണ്. നമുക്ക് അക്കരെ പോയി ചൂണ്ടിടാൻ. അതെ ഞാൻ ആ ബോട്ടിലോട്ട് കയറാൻ പോണേ. ഈ 2 ബോട്ട് കവർ ചെയ്തിട്ട് വേണം ഞാൻ അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഞാനിപ്പോൾ ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് ഇതേ ബോട്ട് ഇതേ പതുക്കെ അവിടെ നിന്ന് പോകും കേട്ടോ. അതെ നൈസായിട്ടത് ഞാനിവിടെ അതെ നമ്മുടെ വളന്തകാടിൽ എത്തിക്കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ നമുക്ക് പതുക്കെ മൂവ് ചെയ്താലും നമ്മുടെ അപ്പുറത്തുള്ള ചേട്ടന്മാർ എന്നോട് അങ്ങോട്ട് വരരുതെന്ന് പറയണേണ്. അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. അവരവിടെ നിന്ന് എന്നോട് വരണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചിറയിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങണേ. അവരിവിടെ പപ്പിടണം, മറ്റേ പുഴയിൽ മറ്റേ പപ്പിടൂലേ, പപ്പ് ചിലവർ നുരുമ്പിടണ്. ഞാനിപ്പോൾ അതേ ആ ചെറിയ കൂടി അങ്ങോട്ടേ പതുക്കെ അങ്ങനെ നടക്കണേണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് മീൻ കിട്ടുമോ ഇല്ലേന്ന്. എനിക്കറിയില്ല, മീൻ കിട്ടുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് മീൻ കിട്ടുമോ എന്ന് നോക്കാം അല്ലേ. മീൻ കിട്ടുമായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ കണ്ടത്തിലൊക്കെ ഇതേ കണ്ട ഇവിടെ ചെറിയത് ഒരു വട്ടത്തിൽ നുരുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതേ കണ്ടതേ ഇത് വളന്താടെന്ന് പറയുമ്പോഴേ ഇതൊരു ചുറ്റിനും ഒരു ദ്വീപാണ്. അതിൻ്റെ നടുക്ക് ഒരു എന്താ പറയുക കുറേ വീടുകളുണ്ട്. ഒരു 43 വീടുകളുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല, നമുക്കൊന്ന് ഒന്നും കൂടി ചോദിച്ചു നോക്കാം. ഞാൻ മറന്നുപോയി. എനിക്കറിയാമായിരുന്നു അമ്പലമുണ്ട്, ഒരു കുഞ്ഞമ്പലം. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രമാണിത്. അപ്പോൾ അതേ എൻ്റെ നേരെ ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ അതേ നേരത്തെ അവിടെ നിന്ന് കമൻറ്റ് പറഞ്ഞില്ലേ കുറച്ച് ചേട്ടന്മാർ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതേ അവരിതേ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവരിതേ മീൻ പിടിക്കാനുള്ള നുരുമ്പൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് അവർ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കണേണ് കണ്ട. നുരുമ്പൊക്കെ ഇട്ട് കണ്ട അവരിതേ റെസ്റ്റ് എടുക്കാനാണ് അവർ. ഹായ്. നുരുമ്പിട്ട് കഴിഞ്ഞാട്ടോ ആണോ? ഇനി എന്നാ പിടിക്കണേ? അപ്പം എന്നെ വിളിക്കില്ലേ? അപ്പം അതെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ നുരുമ്പ് കളയുമ്പോഴത്തേക്കും അവരുടെ കൂടെ ഞാനും വെള്ളത്തിൽ ചാടി ഇറങ്ങുന്നതാണ് നുരുമ്പിട്ട് മീൻ പിടിക്കാൻ. അന്ന് നമുക്ക് വലിയ മീൻ കിട്ടണമെങ്കിൽ നമുക്കത് ഗ്രില്ലിൽ അടിക്കാം. അപ്പോൾ അതേ നമുക്കില്ലേ, അപ്പോൾ നമ്മുടെ ഇവിടെ വളന്താട്ടിലെ രമേശ് ചേട്ടൻ എനിക്ക് വീശി മീൻ പിടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ പുള്ളി അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്ത് കയ്യിൽ ആദ്യം കുറച്ച് തീറ്റയൊക്കെ വെള്ളത്തിലിട്ടിട്ട് വീശാന്നാണ് പറയണത്. അപ്പം നമുക്ക് നോക്കിയാലോ പുള്ളി എങ്ങനെയാണ് വീശി നമുക്ക് മീൻ പിടിച്ചു തന്നെയെന്ന്. അപ്പോൾ അതേ പുള്ളി ഇത് ഏരയൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്തായിട്ട് ഇട്ടത്? പുട്ട് കണ്ടോ, നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഗോതമ്പ് പുട്ടാണ് എടുത്തിട്ടേക്കളെ കണ്ട. കറക്കാൻ പോണേണതേ കണ്ട. അതേ ഈശോലതേ വെള്ളത്തിലോട്ട് ഇട്ടു. കരിമീൻ കിട്ടണേ, എന്ത് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഒന്നും കിട്ടിയില്ലേ. പള്ളത്തി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വള്ളത്തിൽ നിന്നും പറഞ്ഞോണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പള്ളത്തി തന്നെ നമുക്ക് കാണാൻ പറ്റിയ ആദ്യം എന്താ നമ്മുടെ പള്ളത്തി കുട്ടന്മാരാ നോക്കിയേ. നമുക്ക് ചൂണ്ടിടാൻ പോയാലോ? ആ വീശൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ ഞാൻ ചൂണ്ടിടാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഞാൻ ഒരു ചേച്ചിനോട് ചോദിച്ചുകൂടെ എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ 45 ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ആ 45 വില്ലേജ് മാത്രമേ ഇവിടെ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ആ അറ്റത്ത് പോകണം നമുക്ക് ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. ഓരോ ചെറിയ ഓരോരോ വീടുകളിരിക്കുന്നത് ഇങ്ങനെ എന്താ വെള്ളപ്പൊക്കലൊക്കെ വരുമ്പോൾ വെള്ളം നന്നായിട്ട് കയറും ഇവിടെ. അപ്പോൾ ഒരു പാലമാണെങ്കിൽ അത് പണിതിട്ടാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് ഇവിടെ നിന്ന് പോയേക്കണേണ്. ആ പാലം ഒന്ന് പൂർത്തിയായെങ്കിൽ അവർക്ക് കുറച്ച് എന്താ പറയുക സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്കുള്ളതൊക്കെ മേടിക്കാനായിട്ടും എല്ലാത്തിനും വഞ്ചിയുടെ ആശ്രയം തന്നെ വേണം ഇവിടെ. ഒരു കുഞ്ഞി കണ്ടത്തിൽ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടെങ്കിലൊക്കെ അവർക്ക് പിള്ളേർക്ക് കളിക്കാനായിരിക്കുന്നത് കണ്ടോ, ഒരു കുഞ്ഞിത് അതിൻ്റെ അകത്ത് കയറി തുഴയാന്ന് തോന്നുന്നു. തുഴഞ്ഞിതേ ഈ കാണുന്ന ഒരു ചെറിയൊരു തോടിൻ്റെ അകത്തിട്ട് വലിച്ചു വെച്ച് നടക്കാനായിട്ടുള്ള ഈ ഒരു വഴി കൂടി കണ്ട പോട്ടയൊക്കെ നിറഞ്ഞാൽ കണ്ട വഴി കൂടി പോവുകയാണ്. കണ്ട ഒരു നേരാവണ്ണം വഴിയും കൂടി നമ്മുടെ ഈ നാട്ടിലില്ല. വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുന്നത് ഓരോ പാടത്തു നിന്നൊക്കെ ഇങ്ങനെ കയറിയാണ് നമ്മൾ വീടുകളിലൊക്കെ തന്നെ എത്തുന്നത്. കണ്ട ചുറ്റിനും ഇങ്ങനെ പുഴയാണ്. കണ്ട അതിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു തോടുകളും പിന്നെ നേരെ ഈ ചെറിയ കൂടി നടന്ന് നേരെ ചെല്ലണത് നമ്മുടെ പുഴയിലോട്ടാണ്. നമ്മളതേ പുഴയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട അപ്പുറത്ത് അതായത് നമ്മൾ മരടിലെ ജെട്ടിയിലാണ് നമ്മൾ വന്ന് നിന്നത്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇപ്പുറത്തെ പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചുറ്റിനും പുഴയാണെന്ന്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇട്ട് നമുക്ക് മീൻ പിടിച്ചെടുക്കാം. എനിക്ക് നല്ലൊരു സ്ഥലം നോക്കി വെയിലൊന്നും കൊള്ളാണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഭയങ്കര ക്ഷീണമായി പോകും വെയിലത്ത് നിന്ന് ഇങ്ങനെ ഇടുമ്പോഴേ. വലിയ അവിടെ കണ്ട അവിടെ ഇരുന്ന് ഒരു ചേട്ടൻ വഞ്ചിയിലിരുന്ന് ചൂണ്ടയൊക്കെ ഇടണുണ്ട്. കണ്ട ഒരു വീട് ഇങ്ങനെ കണ്ട ചൂണ്ടിടണേ ആൾ വലയിടണേ. ഇല്ല വല ഇട്ടേക്കുവാണ്. പൊന്തൊക്കെ കാണാം നമുക്കവിടെ വല ഇട്ടേക്കുവാണ് പുള്ളി. കറിക്കുള്ള പിടിക്കണിരിക്കും. നമുക്ക് കറങ്ങിയടിച്ചാൽ അപ്പുറത്ത് ചെല്ലായേ. അപ്പോൾ നമുക്ക് ചൂണ്ടിടാനുള്ള ചൂണ്ടിടുമ്പോൾ ഒരു ഇര വേണ്ടേ. അതിന് നമുക്കിതേ നമ്മുടെ ചിറ്റമ്മ എനിക്ക് ഗോതമ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഇര ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതേ കുറച്ച് ഗോതമ്പൊടി നമുക്ക് എടുക്കാണ്ട്. ഗോതമ്പൊടി ഇച്ചിരി കുറച്ച് മഞ്ഞപ്പൊടി കളറിന് മഞ്ഞപ്പൊടിയും ഇട്ട് കുഴയ്ക്കാനുള്ള വെള്ളം കുറച്ചധികം കുഴച്ച് അതെ കണ്ട നമ്മളതിന് തീറ്റ അതേ സെറ്റായിട്ടുണ്ട്. കേട്ടോ നല്ല ഇതണ്ട ഈ പരിവാണ്. കണ്ട നല്ല നമുക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് അലുത്ത് പോകും. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ഉണ്ട റെഡി ആയി കഴിഞ്ഞാൽ തീറ്റ മീനിലിടാനുള്ള ചൂണ്ടൊക്കെ ഇടാനുള്ള തീറ്റ റെഡി. അപ്പോൾ നമുക്ക് ചൂണ്ടിടാം. അപ്പോൾ നമുക്ക് ചൂണ്ടയൊന്നും ഇല്ലാണ്ടാണ് ഞാൻ വന്നേക്കണത്. ചിറ്റമ്മനെയും പ്രതീക്ഷിച്ച് വന്നേക്കണേ. അപ്പോൾ ചിറ്റമ്മതേ എനിക്ക് ചൂണ്ടയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതേ ചിറ്റമ്മയുടെ ചൂണ്ട റെഡിയല്ലേ? അപ്പോൾ അതാ നമുക്ക് ചൂണ്ടിട്ടിട്ട് കരിമീനാണോ പള്ളത്തിയാണോ എന്താണോ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ബൈ. നമുക്ക് ചൂണ്ടിലോട്ട് എടുക്കാം. നമ്മുടെ ചൂണ്ടയൊക്കെ റെഡിയായി കഴിഞ്ഞു. അതെ ചിറ്റമ്മതേ എനിക്ക് ചൂണ്ടയൊക്കെ സെറ്റാക്കി തന്ന്. അപ്പോൾ നമുക്കിതേ ചൂണ്ടയിലോട്ട് വരെ കൊടുത്താലോ. നമുക്കിതേ അതിൻ്റെ മാവ് കണ്ടതേ ഇത് കണ്ട അത് ഞാൻ കുളത്തിലോട്ട് ഇങ്ങനെ കയറ്റി കണ്ട നമ്മളെ സാധനം നമുക്കതേ ചൂണ്ടിട്ട് നോക്കാം കേട്ടോ. കരിമീൻ കിട്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. നോക്കാം കരിമീൻ കിട്ടും. ഞാൻ മൈക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് കുറവുണ്ടാവും. നോക്കപ്പോൾ അതേ കരിമീൻ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു. കണ്ട ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കരിമീൻ. അതൊക്കെ കരിമീൻ ഇന്നത്തെ കുളത്തിൽ നിന്ന് ഊരിയെടുക്കാം. ഞാൻ ഇടാനായിട്ടൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അതേ നമുക്ക് ഇവിടെ ചെടിയുടെ ഒരു ഇതുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വയ്ക്കാം. ഞാൻ എടുത്തില്ല, ബക്കറ്റൊന്നും എടുത്തില്ലായിരുന്നു. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ അതേ അടുത്തതേ ഇര നമുക്ക് കുറക്കാം. എന്നിട്ട് നമുക്കിത് ഇടാം കേട്ടോ. നല്ല കാറ്റുണ്ട്. അപ്പോൾ വലിക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. വലിച്ചുകൊണ്ട് പോണതേ നമുക്ക് അറിയാൻ പറ്റണില്ല കാറ്റുള്ള കാരണം. ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. രണ്ടാമത് ഇട്ടിട്ട് അത് വലിച്ചുകൊണ്ട് പോയത് അറിഞ്ഞില്ല. ഭയങ്കര കാറ്റ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇട്ട് നോക്കാം കേട്ടോ. അതേനാ ഇങ്ങനെ അലക്കണത് കരിമീൻ വരാൻ വേണ്ടി എന്നിട്ടാന്നാ പറയണേ കേട്ടോ. അതേപോലെ തന്നെയുള്ള ഒരെണ്ണം കിട്ടി നമുക്കിത് കണ്ട. അത്ര മുഴുത്തതായിട്ട് തന്നെയുള്ള ഒരെണ്ണം.
നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണ്ട നല്ല പെടക്കനാണ്. എന്താ കരിമീൻ കിട്ടിക്കഴിഞ്ഞു. വേണ്ട ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ചിറ്റമ്മയും കൂടി വന്നിട്ടുണ്ട് ചൂണ്ടിടാനായിട്ട്. അപ്പം നമുക്ക് പുള്ളിക്കും കൂടി എന്താ കിട്ടണേന്ന് നമുക്ക് നോക്കാം. നോക്കാം പുള്ളിക്ക്. കണ്ട പുള്ളിക്ക് കിട്ടിയതേ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ പിടിച്ചതിൽ ഇത്തിരി കൂടി മുഴുത്തതാണ് കിട്ടിയേക്കണത്. കണ്ടോ ഇങ്ങനെ വിസിലടിച്ചാൽ കരിമീൻ വരുമെന്നാണ് പറയണത്. പക്ഷെ ഞാൻ വിസിലടിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഒന്ന് നോക്കാം, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ചോട്ട 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 ചോട്ടേ കൈകൊണ്ടൊരു പുള്ളൂത്തിക്കൊണ്ട് ചോര നല്ല വേനയുണ്ട്. അതെ പള്ളത്തി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പോകുന്നത്. പള്ളത്തി ഇതേ കിട്ടിക്കഴിച്ചതേ ഉണ്ടായി. ഇതേ കണ്ട കൂട്ടുകാരെ കണ്ട പള്ളത്തി. പള്ളത്തിനെ കിട്ടുമെന്നും പ്രതീക്ഷിച്ച് വന്നിട്ട് നമുക്ക് പള്ളത്തിനെയും കിട്ടി, കരിമീനെയും കിട്ടി. ചിറ്റമ്മ ബക്കറ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെ ഇത്രയും മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട ചൂണ്ടിയിട്ടിട്ട് കണ്ട. അപ്പം നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരിമീൻ നമുക്കിത് റെഡി ആയി കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ ഇത് പൊള്ളിക്കാം. കരിമീൻ എങ്ങനെ പൊള്ളിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് കരിമീൻ പൊള്ളിക്കണേന്നൊക്കെയുള്ള. അപ്പോൾ നമുക്ക് എൻ്റേതായ ഒരു സ്റ്റൈലിൽ നമുക്കിത് പൊള്ളിക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചൂണ്ടിടലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ വല ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ ചേട്ടൻ്റെ അടുത്തോട്ടൊന്ന് പോയാലോ, പുള്ളി അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് വഞ്ചി വേണം. അല്ല അതെ നമുക്ക് വഞ്ചി ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുഴയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഞ്ചി വലിച്ചൊന്ന് പോയാലോ. നമുക്ക് വഞ്ചി അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ വഞ്ചിയിലോട്ട് കയറട്ടെ. കയറാണ്ട് നമുക്ക് ആ കെട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വഞ്ചിയിലോട്ട് കയറി വഞ്ചിയിലതേ കെട്ട് ഞാൻ അഴിച്ചു. അപ്പോൾ നൈസായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ എൻ്റെ ക്യാമറമാനും ഉണ്ട്. ക്യാമറമാനെയും കൂടി കയറ്റാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ശ്രീകുട്ടാ വാ കയറിക്കോ. വഞ്ചി നൈസായിട്ട് വലിച്ചങ്ങൾ ഇട്ടാലോ. നല്ല വെയിലുണ്ട്. തൊപ്പിയൊക്കെ വെച്ചിട്ട് പോകാം അങ്ങോട്ട്. പുള്ളി വലയിട്ട് മീനും പിടിച്ച് കയറി പോയെന്നാണ് എനിക്ക് തോന്നണം. പുള്ളിയുടെ കാണാനില്ല. അത് തന്നെ പുള്ളി വലയൊക്കെ ഇട്ട് വലയൊക്കെ മാടിയെടുത്ത് കറക്കുള്ളതും പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയുടെ വീടാറ്റേന്ന് തോന്നണം കേട്ടോ ആ കാണുന്നത്. ഇതെല്ലാം ആ കാണാനാണ് ആ പുള്ളിയുടെ വീട് കണ്ട. അപ്പോൾ നമുക്ക് പുള്ളിനോടൊന്ന് ചോദിച്ചു നോക്കാം. പുള്ളി മീൻ പിടിച്ച് കഴിഞ്ഞോ ഇല്ലയെന്ന് നമുക്കൊന്ന്. അതെ ആ പുള്ളി വന്നു കഴിഞ്ഞു. വല ഇട്ട് കഴിഞ്ഞോ? കഴിഞ്ഞാ? എന്താ കിട്ടിയാ? പാണം വെള്ളത്തിയാ? വേറെ ഒന്നും കിട്ടിയില്ല? ആഹാ ഹായ് പറ. അപ്പം എന്താ നമുക്ക് കിട്ടിയത്? വലയിട്ടിട്ട് എന്താ കിട്ടിയത്? വള്ളത്തിയാ കിട്ടിയല്ലേ? അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു. ഞാനപ്പോൾ ചൂണ്ടിട്ടിട്ട് ഒന്ന് വരാല്ലാന്ന് ഓർത്തായിരുന്നു വലയിടാണ് എന്താ കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ശരി പുഷ്പ ചേട്ടാ. ഓക്കെ ബൈ. അപ്പോൾ പുള്ളി മീനൊക്കെ പിടിച്ച് പുള്ളി കറിക്കുള്ളത് വീട്ടിൽ കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വേറെ ആരെങ്കിലും വല ഇടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ഒപ്പം നമുക്ക് വലയിടാൻ പോകാം. അപ്പോൾ നമ്മുടെ എല്ലാ ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ് വഞ്ചിയൊക്കെ വലിച്ച് വിശന്നിട്ട് വെള്ളതേ മാങ്ങയൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടത് നമുക്ക് കയ്യെത്തിച്ച് പറിക്കതേ. നമുക്ക് ഇതിനെ 2 മാങ്ങ കുറച്ച് തിന്നാം. വിശന്നിട്ട് വെള്ളം. രണ്ട് മാങ്ങ കിട്ടിയതേ. നമുക്ക് അരിഞ്ഞ് ഉപ്പും മുളകും മുക്കി അങ്ങോട്ട് തിന്നാം. വാക്കമോ ചിറ്റമ്മേനോട് ഞാൻ ഉപ്പും മുളകും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ നമുക്കൊന്ന് അതെ നല്ല ചെനപ്പുണ്ട് കണ്ട. അപ്പോൾ നമുക്കധികം പുളി ഉണ്ടാവില്ല. അപ്പോൾ മാങ്ങ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. എന്നത്
ദേ നമുക്ക് മാങ്ങ കണ്ടത് മുളകും ഒക്കെ അങ്ങോട്ട് കണ്ട മിക്സ് ചെയ്തിട്ട് കണ്ട നമുക്ക് തിന്നാം. അതെ മാങ്ങക്കല്ല മധുരവും വേണ്ട. എൻ്റെ അമ്മ നല്ല ടേസ്റ്റുണ്ട്. ഇത് വെളിച്ചെണ്ണൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും മതി. അടിപൊളി സൂപ്പർ. കൂട്ടുകാരെ ഇത് കണ്ട ചിറ്റമ്മ ഞാൻ പച്ചമാങ്ങ തിന്നപ്പോഴത്തേക്കും എനിക്കിതേ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതേ നല്ല ചെനച്ച് വന്നേക്കണ മാങ്ങതേ എടുത്ത് വെച്ചേക്കണം കേട്ടാ. അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചൂണ്ടിടലൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ മരടിയിൽ നിന്ന് നമ്മൾ വളന്താട്ടിലോട്ട് വന്നു. വളന്താട്ടിൽ നിന്ന് ചൂണ്ടിയിട്ട് മീനും പിടിച്ച് തിരിച്ച് മരട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കടത്തുകാരൻ ചേട്ടനോട് അതേ ഞാൻ സെറ്റാക്കി വെച്ചേക്കണാണ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ, കൈ പോയി ഹായ് താ. ഹായ് പറ എങ്ങനാ? ഹായ് ഹായ് ആ ഹായ് കൈ പോക്ക് ഹായ് പറ, ടാറ്റ തന്നേ. ആ അതേ കണ്ട കടത്തുകാരൻ ചേട്ടൻ നമുക്ക് ടാറ്റയൊക്കെ തന്നു. അപ്പോൾ നമുക്കിതേ വഞ്ചിയിലോട്ട് കയറാം. നമുക്ക് മരട്ടിലോട്ട് പോകാനുള്ള ആശ്രയമാണ് വഞ്ചി. അപ്പോൾ നമുക്ക് ആ കടുത്ത് വഞ്ചിയിലോട്ട് നമുക്ക് കയറാം. വേണ്ട ഞാൻ വഞ്ചിയിലോട്ട് കയറി തിരിഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ മരട്ടിലോട്ട് പോകാം. കണ്ട പാലം വന്നിട്ട് അത് പാതി വെച്ച് നമ്മുടെ പാലം മുറിഞ്ഞു പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പാലം പണിതിട്ടേ ഇല്ല. പാലം ഉണ്ടെങ്കിലാണ് ഇവർക്കൊരു എന്താ പറയുക പോയി വരാനൊക്കെ ഒരു എളുപ്പം. അല്ലെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ വഞ്ചി യാത്രയൊക്കെ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതേ ഒരു ബോട്ട് ഇവിടെ കിടക്കണതായിട്ട് നിങ്ങൾ കണ്ട ഇതൊരു ഡിസ്പെൻസറി പോലെയാണിത്. ഇത് ഓരോരോ എന്താ പറയുക ജെട്ടിയിൽ, അതായത് ഓരോരോ ഇപ്പോൾ പനങ്ങാട്, ചേപ്പനം, ചാത്തമ്മ അങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ ചെന്ന് അടുപ്പിക്കുക. അതിൻ്റെ അകത്ത് ഡോക്ടറും ഉണ്ടാവും. വളന്താണ്ട് അകത്തൊരു ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ ഞാനത് വിട്ടുപോയത് കാണിക്കാൻ വേണ്ടിയിട്ട്. നാളപ്പോൾ വളന്തകാടിൻ്റെ ഭംഗി അല്ലേ. ഇവിടെ ബോട്ടിംഗ് സർവീസും എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറേ കാഴ്ചകളുണ്ട്. അത് നമുക്കൊരു ദിവസം വേറൊരു എപ്പിസോഡിൽ നമുക്കത് കാണിക്കാം. കണ്ടോ ഞാനപ്പോൾ അതേ നമ്മുടെ ജെട്ടിയിലോട്ട് അങ്ങാട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പിടിച്ചേക്കണ കരിമീൻ അതെന്തായാലും നമുക്ക് ചെയ്യണ്ടേ എൻ്റെ റെസിപ്പി. അപ്പം എൻ്റെ സ്റ്റൈലിൽ ഒരു കരിമീൻ പൊള്ളിക്കൽ എന്തായാലും ഉണ്ടാകും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബായ്.